മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഫാർമസി അസിസ്റ്റന്റ്, ഡിപ്ലോമ ഇൻ പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് നഴ്സിംഗ്, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ എക്സ്റേ ടെക്നീഷ്യൻ, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ആയുർവേദ നഴ്സിംഗ്. വിജയകരമായി ട്രെയിനിംഗ് പൂർത്തിയാക്കുന്ന ഏവർക്കും വിദേശത്തും സ്വദേശത്തും തൊഴിലവസരം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ. വിദ്യാർത്ഥികൾക്കായി സൗജന്യമായി യൂണിഫോം, ID കാർഡ് വിതരണം, കൺസെഷൻ കാർഡ്, കമ്പ്യൂട്ടർ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും ലഭ്യമാണ്. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 2026-27 ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി പഴയന്നൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ എളനാട്ടിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. പുറംകുളം ഓഡിറ്റോറിയം പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളി ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് CC ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും കൃഷിഭവൻ ഉദ്യോഗസ്ഥരും പ്രദേശവാസികളും പങ്കെടുത്തു. ഈ വർഷത്തെ നികുതി രസീത് ഹാജരാക്കിയ കർഷകർക്ക് അപേക്ഷാ ഫോം നൽകിയാണ് തൈകൾ വിതരണം ചെയ്തത്. പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണം പദ്ധതി നിർവഹണത്തിന്റെ ഭാഗമായിട്ടുള്ള പച്ചക്കറി തൈകളാണ് ഇന്നിവിടെ വിതരണത്തിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത്. നമ്മുടെ പഴയന്നൂർ സ്റ്റേറ്റ് സീഡ് ഫാമിൽ തന്നെ ഉത്പാദിപ്പിച്ചിട്ടുള്ള പയറ്, വഴുതന, മുളക്, വെണ്ട തുടങ്ങിയ 5 വിവിധ പച്ചക്കറി തൈകളാണ് നമ്മൾ ഇന്നിവിടെ വിതരണത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത്. നമ്മുടെ ഇളനാട് മേഖലയിലുള്ള കർഷകർക്ക് നേരിട്ട് വാങ്ങിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇളനാട് വെച്ച് തന്നെയാണ് നമ്മളിതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പഴയന്നൂർ ഭാഗത്തേക്കുള്ള പച്ചക്കറി തൈകളുടെ വിതരണം പിന്നീട് പ്രത്യേകമായി നടത്തുന്നതാണെന്ന് കൃഷിഭവൻ അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് CCV.